അപ്പോൾ ഞങ്ങൾ വയനാട് ചുരം കയറുകയാണ്. ചുരത്തെ നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത് വസീമാണ്. അതേപോലെ നമ്മുടെ കൂടെ വേറെ ഫ്രണ്ട്സും ഉണ്ട്. ഇത് അവിടെ സർഫലി, സാഫർ ഖാൻ, അങ്ങനെ വൻ നേതൃത്വമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അഭിപ്രായം പറയാം. ഇപ്പോൾ നമ്മള് എത്രാമത്തെ ജില്ല? എയർപിന് 4 ആണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒരു ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. സാധാരണ ഉണ്ടാവും വയനാട് ചുരം കയറുമ്പോൾ ബ്ലോക്ക്. എന്തായാലും ചെറിയൊരു ബ്ലോക്കെങ്കിലും പെടാതെ രക്ഷപ്പെടാത്ത ആരും ഉണ്ടായിരിക്കില്ല. ഒരു ലോറി അവിടെ ഒരു തിരിക്കുന്നത് കൊണ്ടായിരിക്കാം ബ്ലോക്കിൽ പെട്ടത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് കർലാട് ലേക്കാണ്. അത് ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലം തരിയോടാണ്, വയനാട്. ഓക്കെ. അപ്പോൾ തരിയോട് എന്ന സ്ഥലത്ത് നമ്മൾ GPS സെറ്റാക്കി യാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ സ്ഥലങ്ങൾ നോക്കി. അതിൽ ഓപ്പണായ കോവിഡാണല്ലോ, ശേഷം ഓപ്പണായ സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ ഇതാണുള്ളത്. കുറച്ച് ജെർക്കിങ് ഉണ്ട് ക്യാമറ, കാരണം വെച്ചാൽ റോഡ് മോശമാണ്. ഇപ്പോൾ എന്താ പറയുക, പ്രളയത്തിന് ശേഷം ഉള്ളതാണ്. ചില ഏരിയകളിൽ റോഡ് തിരിഞ്ഞെടുത്തും, പ്രത്യേകിച്ച് ചുരവളവുകളിലൊക്കെ പ്രശ്നം. വയനാട് ഇപ്പോൾ ഈ ചുരം കയറുന്ന ഇപ്പം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ചില സമയത്ത് ബ്ലോക്ക് കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-4 മണിക്കൂർ വലിയ ബ്ലോക്ക് ആണെങ്കിൽ കേട്ടോ വളരെ ബുദ്ധിമുട്ടായിരിക്കും രക്ഷപ്പെടാൻ. ഇത് ഇവിടെയൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ആളായിരുന്നു. പോലീസ് കിട്ടിയതായിരിക്കാം. നേരത്തെ ഒരു വയനാട് കലക്ടറിൻ്റെ ഒരു ഉത്തരവ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഇങ്ങനെ പത്രത്തിലൂടെ വായിച്ച മാതിരി ഓർമ്മയുണ്ട്. പിന്നെ ആൾക്കാർ കൂടി നിൽക്കാൻ പാടില്ല എന്നുള്ളത് ചുരം കയറുന്ന സമയത്ത്, ചുരത്തിൻ്റെ വ്യൂ പോയിൻറ്റുകളിലൊക്കെ. അതിൻ്റെ ബാക്കി പത്രമായിരിക്കാം ഈ കാണുന്നതൊക്കെ. ഏതായാലും ചെറിയ രീതിയിലിങ്ങനെ നീങ്ങി പോകുന്നുണ്ട്. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് അങ്ങോട്ട് എന്നാണ് ഉള്ളത്. ഏകദേശം ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഫുള്ള് ക്ലിയറാണ്, അന്തരീക്ഷം നല്ല ക്ലീനാണ്. കോവിഡ് കഴിച്ചാൽ എല്ലാം ഉഷാറാണ്. ഇവിടെ ആൾക്കാരും പോകുന്നുണ്ട്. പക്ഷേ റോഡും കോവിഡ് കഴിച്ചാൽ ചില ഏരിയകളൊക്കെ പണി നടക്കുന്നുണ്ട്. ഇതാ ഇവിടെയും കെട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? സൈഡിലൊക്കെ കെട്ടിയിട്ട് വ്യൂ പോയിൻറ്റുകളാണ്. കാര്യം ഫോട്ടോ എടുക്കാനും മറ്റൊക്കെ സാധാരണ തന്നെ വ്യൂ പോയിൻറ്റുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. അതാ ഉണ്ടാവില്ല. ഈ മലപ്പുറം കോഴിക്കോട് ജില്ലയിലെത്തൊരു ഏകദേശം എല്ലാവരും വയനാട് ചുരം കയറാത്തവരുണ്ടാവില്ല. ഇപ്പോൾ കർലാട് ലേക്ക് ലക്ഷ്യസ്ഥാനമാക്കിയിട്ട് വസീം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ വീണ്ടും മഴ ഇപ്പോൾ കുറഞ്ഞല്ലോ അല്ലേ? മഴയുള്ളപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ആ സമയത്ത് വരുമ്പോൾ വേറൊരു ലുക്കാണ്. മൊത്തം നല്ല ഭംഗിയുണ്ട് ആ സമയത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ. വേറൊരു ഇതാണ്, അന്തരീക്ഷമൊക്കെ വേറൊരു ഇത്. ഇപ്പോഴത്തെ പോലീസൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ബ്ലോക്ക് ചെയ്ത് ഇവിടെയൊക്കെ കെട്ടിയിട്ടുണ്ട്, കയറ് കെട്ടിയിരിക്കുകയാണ്. ചെറിയ ബ്ലോക്കുകളുണ്ട്. റോഡ് മോശമായതുകൊണ്ടൊന്നുണ്ട്. ഇവിടെ വളവിലൊക്കെ തിരിയാനും മറ്റൊക്കെ ആയിട്ട് മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടത് പ്രളയത്തിൻ്റെ ബാക്കി പത്രമായിട്ടുള്ള. അവിടെയൊക്കെ കണ്ടില്ല, കെട്ടിയിരിക്കണം, ഫുള്ള് കെട്ടിയിരിക്കണം. അന്നൊക്കെ ഇവിടെ ഫുള്ളായിരുന്നു. ഞങ്ങളന്ന് വന്ന സമയത്ത് ഇടയ്ക്ക് നല്ല ആളായിരുന്നു. അന്നൊക്കെ എന്തൊരു ആൾക്കാരുണ്ടായിരുന്നു വെച്ചാൽ ഭയങ്കരമായിരുന്നു. ആ തുടക്കത്തിലായിരുന്നു, ആ ഓപ്പൺ ചെയ്തല്ലോ നമ്മൾ. എന്താ പറയുക, കോവിഡിന് ശേഷം ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ തുറന്ന സമയത്ത് ഒക്കെ ഫുള്ള ആളായിരുന്നു. ഇപ്പം നമ്മൾ വയനാട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. വയനാട് അപ്പോൾ കോഴിക്കോട് ജില്ലേൻ്റെ അന്നൊക്കെ പറഞ്ഞ വൈത്തിരി വില്ലേജ്. വെൽക്കം ടു വയനാട്. വയനാട് ബോർഡൊക്കെ എത്തി. ഇവിടെ പോലീസ് കുറേ പേരെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്ക്വാഡ് ഉണ്ട് എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചൊരു നേരത്തെ പറഞ്ഞ് കേട്ടത്. അത് പറഞ്ഞ മാതിരി തന്നെ കുറേ പേരെ പൊക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കർലാട് ലേക്കിലെത്തി. കർലാട് ലേക്കിലെ എൻട്രി ആണ്. കർലാട് ലേക്ക് ഉള്ളൊരോട്ട് ദ വയനാട് അഡ്വഞ്ചർ ക്യാമ്പ്, കർലാട് ലേക്ക്. അപ്പോൾ അഡ്വഞ്ചർ ഇതാണ് കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു. നമുക്കില്ല, കണ്ടറിയാലോ. ഇതാണ് ടിക്കറ്റ്. 30, 10. അതാണ് ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. 230 ഉണ്ടോയെന്ന് അറിയില്ല. 230 രൂപ അങ്ങനെ ചാർജസ്. നമ്മൾ കർലാട് ലേക്ക് എത്തി. ഫുള്ള് കാണുന്നു കേട്ടോ. കർലാട് ലേക്കിലെത്തിയിരിക്കുകയാണ്. ഫ്രണ്ട്സും ഉണ്ട് കൂടെ. ആൾക്കാർ വളരെ കുറവാണ്, അങ്ങനെ വലിയ റഷൊന്നുമില്ല പോയ ദിവസം.
കർലാട് ലേക്ക്. കർലാട് ലേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ ലേക്കാണ് കർലാട് ലേക്ക്. അതേപോണ വയനാട്ടിലെ 2ാമത്തേതും. ഇതിനും പൂക്കോട്ട് തടാകം കഴിഞ്ഞാൽ ഇവിടെയാണ് 2ാം സ്ഥാനം കർലാട് ലേക്കിനാണ്. പിന്നെ ഇതിനെ പറ്റി പറഞ്ഞത് ബാണാസുര ഡാം ഉണ്ടല്ലോ, അത് വളരെ അടുത്താണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഏരിയക്ക് വരികയാണെങ്കിൽ അവിടെയും കൂടി പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ ഓക്കെ, രണ്ടും അവിടെ സെറ്റായിട്ട് കിട്ടും. വയനാട്ടിലെ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്ത കുറച്ച് ദൂരമുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്താൻ. ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, സിപ്പിംഗ് ഉണ്ട്, റോക്ക് ക്ലിമ്പിംഗ് ഒക്കെയാണ് ഇവിടെയുള്ള പരിപാടികൾ. കയാക്കിങ്ങിലെ സംഭവങ്ങളൊക്കെ അത് അവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. ആൾക്കാരില്ല, കുറവാണ്. നല്ല ഉച്ചയാണ് ഉള്ളതുകൊണ്ട് എല്ലാവരും തണലത്ത് കയറിയിരിക്കുകയാണ്. വെയിലും പുറത്തും ആരും ബോട്ടിങ്ങിനൊന്നും ഇറങ്ങാൻ താല്പര്യം കാണിച്ചിട്ടില്ല, ചൂടുണ്ട്. അതുകൊണ്ട് ആമ്പൽ കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ആമ്പൽ മറ്റൊക്കെ കുറേ ഉണ്ട്. കുറേ പേരതാ ബോട്ടിലും അല്ലാതെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചങ്ങാടത്തിലും ഒക്കെ ആയിട്ട് അങ്ങനെ ചങ്ങാടം തന്നെയുള്ളത് ഓക്കെ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് കുറേ പേര്. ആമ്പലിതാ അടുത്ത് കണ്ടില്ല, എന്തൊക്കെ ഉണ്ട്, ഫുള്ളായിട്ടുണ്ട്. ഇത് നിറച്ച് 7 ഏക്കർ സ്ഥലത്ത് ആണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണത്. പിന്നെ ഇവിടെ DTPCൻ്റെ അണ്ടറിലാണ് വരിക. പൊതുവെ ഗവൺമെൻറ് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തിങ്കളാഴ്ചകൾ അവധിയായിരിക്കും കേട്ടോ. അല്ല ഇത് സിബിങ് ആണ് കേട്ടോ. അത് അവിടെ നിന്ന് മുകളിൽ നിന്ന് വരുന്നുണ്ട് ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതായിട്ട് സിബിങ്. എനിക്ക് തോന്നണേ പിന്നെ ഇവിടെ ഉള്ളൂ ഇത് തോന്നുന്നുണ്ട്. പൂക്കോട് തടാകത്തിലൊന്നും സിബിങ് പരിപാടി ഇല്ല. അവിടെ കയാക്കിംഗ് ഉണ്ട്, ബോട്ടിങ്ങും ഉണ്ട്. പക്ഷേ സിബിങ് തടാകത്തിൻ്റെ മുകളിൽ കൂടെ ഉള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നല്ലൊരു സ്പോട്ടായിരിക്കും തടാകത്തിന് മുകളിൽ കൂടെ സിബിങ് ചെയ്യാൻ. നല്ലൊരു അനുഭവമായിരിക്കും ഇത്. ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചേക്കാണ്. അടുത്ത എന്തെങ്കിലും കാണാൻ കാഴ്ചകളുണ്ടോ നോക്കിയിട്ട്. അങ്ങനെ പോണ സമയത്ത് പ്രത്യേക ലൊക്കാലിറ്റി ആക്കി പോലെ കയറുക, നല്ല സ്ഥലം കണ്ടാൽ അവിടെ പോവുക വലുതാണ്. അങ്ങനെ നോക്കട്ടെ, കോവിഡ് അല്ലേ, ഏതൊക്കെ സ്ഥലങ്ങൾ ഓപ്പൺ ആയിരിക്കും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഞങ്ങളെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത്.